ഇതാരാ ഈ സമയത്ത്? ഇവിടെ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ഡോർ അടയ്ക്കാൻ പാടില്ല എന്നറിയില്ലേ? ചേച്ചി, ചേച്ചി, നിന്റെ ചേച്ചി നല്ല ഉറക്കത്തില്ല. അവളെ വിളിച്ചങ്ങനെ ശല്യപ്പെടുത്തണ്ട. ചേച്ചി, 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 എഴുന്നേക്ക് ചേച്ചി. അവൾ എന്തിനാ ഉണർത്തുന്നത്? പാവം ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ മിണ്ടി പോരുത്. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. എന്റെ ചേച്ചി ചതിക്കാനായിരുന്നു നിങ്ങളുടെ പരിപാടിയല്ലേ? ചേച്ചി, ചേച്ചി, എഴുന്നേക്ക് ചേച്ചി. എന്തിനാ ഉറക്കം ഇത്? എഴുന്നേക്ക് ചേച്ചി, എഴുന്നേറ്റേ. എന്തിനാ ഉറക്ക ചേച്ചി ഇത്? എന്താണെന്ന് അറിയില്ല മോളെ. ഉച്ചയ്ക്ക് ശേഷം നല്ല ക്ഷീണം ഉറക്കുക. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കണ്ട. അതിന് അമൃത ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനില്ലേ കൂടെ. അത് തന്നെ എന്റെ പേടി. ചേച്ചി വാ. കാഷ്വാലിറ്റിയിലായിരുന്നില്ലേ? പിന്നെ ഇങ്ങനെ റൂമിലേക്ക് വന്നു? മഹേന്ദ്രന് സീരിയസ് ആണെന്ന് പറഞ്ഞ് കാഷ്വാലിറ്റിയിലേക്ക് ഒരു കോള് വന്നു. അത് കേട്ട് ഞാൻ ഓടി വന്നത്. അപ്പോഴാ ഇതൊക്കെ കണ്ടത്. ചേച്ചിക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലേ? ഞാനൊരു ജ്യൂസ് കുടിച്ചിരുന്നു. ജ്യൂസോ? എവിടുന്ന്? അവിടെ മുറിയിൽ വെള്ളമില്ലാത്തോണ്ട് മഹേട്ടനാ നിർബന്ധിച്ച് എന്നെ ജ്യൂസ് കുടിപ്പിച്ച്. അതിനുശേഷമാണോ ചേച്ചിക്ക് ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടായത്? ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം ആകെ മത്ത് പിടിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് ചേച്ചി. ചതിയോ? എന്ത് ചതി? കലയമ്മയോട് നമുക്ക് കടപ്പാടുണ്ട് എന്ന് വെച്ച് മട്ടനായ മഹേന്ദ്രനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അമൃതേച്ചി. കാഷ്വാലിറ്റിയിലേക്ക് ആ ഫോൺ കോൾ വന്നുകൊണ്ട് മാത്രം ചേച്ചി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചേച്ചി അവൻ കാഷ്വാലിറ്റിയിലേക്ക് വിളിച്ചയാൾ ആരായാലും അയാൾ ദൈവോ. ആ വിളി വന്നതുകൊണ്ടാ എനിക്ക് എന്റെ ചേച്ചി ഇതുപോലെ തിരിച്ചു കിട്ടിയത്. എന്നാ പിന്നെ ദൈവം എന്ന് പറഞ്ഞാ പോരാ, കൺകണ്ട ദൈവം. അതാരായാലും ആ മുഖം ഒന്ന് കാണാൻ കൊതിക്കുക ഞാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.